بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഇതിനു മുൻപുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തിൽ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കുകയും ഇബ്ലീസ് ആ കൽപ്പന ധിക്കരിക്കുകയും അബാ വസ്തക്ബർ വിസമ്മതം കാണിക്കുകയും കിബ്ർ കാണിക്കുകയും ചെയ്തു. വകാന മിനൽ കാഫിരീങ്ങളിൽ പെട്ടവനായിരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിൻ്റെ ഇണയായ ഹവ്വാഇനോടും സ്വർഗത്തിൽ വസിക്കാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വഖുൽന, നാം പറഞ്ഞു എന്നാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഖുൽന യാ ആദം, അല്ലയോ ആദം, ഉസ്കുൻ അൻത വസൗജുക അൽ ജന്ന. ഉസ്കുൻ, നീ താമസിക്കുക. ഉസ്കുൻ എന്ന സെക്കനേന്ന് വന്നാണ്, അമർ ഫഅലാണ്. ഉസ്കുൻ, നീ താമസിക്കുക. ഉസ്കുൻ അൻത വസൗജുക അൽ ജന്നത. അൻത, ഉസ്കുൻ അൻത, നീ താമസിക്കുക. വസൗജുക, അതോടൊപ്പം നിന്റെ ഭാര്യയും താമസിക്കുക. വസൗജുക, നിന്റെ ഭാര്യ, നിന്റെ ഇണ. അൽ ജന്നത, ഉസ്കുൻ അൽ ജന്ന എന്ന സ്വർഗത്തിൽ താമസിക്കുക. അപ്പോൾ അവിടെ ഫാഇലുണ്ട്, മഫ്ഊലുണ്ട്. ഉസ്കുൻ എന്ന നീ താമസിക്കുക. ഫാഇലാരൻ അൻത, നീ. വസൗജുക, നിന്റെ ഇണ. ഇവർ രണ്ടൊരു ഫാഇലാണ്. അൽ ജന്നത മഫ്ഊലാണ്. മഫ്ഊൽ എന്ന എവിടെയും താമസിക്കേണ്ടത് സ്വർഗത്തിലാണ്. അൽ ജന്നത. വകുലാ മിൻഹ റഗദൻ. വകുൽനല വകുല, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അത് രണ്ടാൾക്കാരായതുകൊണ്ടാണ്. തസ്നിയത്താണ്. വകുല, ഇഫ്അലാന്നറിയില്ല നമ്മൾ. ഇഫ്അല, അതേപോലെ വകുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക. വകുല, കുല്ലന ഭക്ഷിക്കുക. അകല യഅകുലു കുൽ, അകല യഅകുലു കുൽ. വകുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക. വകുല മിൻഹ, മിൻഹ ഐ മിനൽ ജന്നതി, സ്വർഗത്തിൽ നിന്ന് ഭക്ഷിക്കുക. വകുല മിൻഹ റഗദൻ. റഗദൻ എന്ന സമൃദ്ധമായി, എളുപ്പത്തിൽ, സൗകര്യത്തോടുകൂടി, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, വളരെ എളുപ്പത്തിൽ, വളരെ സൗകര്യത്തിൽ, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഇതൊക്കെയാണ് റഗദൻ എന്നാൽ. റഗദൻ എന്ന സമൃദ്ധിയുള്ള അവസ്ഥയിൽ, ഒരു പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വകുല മിൻഹ റഗദൻ ഹൈസു ശിഅ്തുമ. ഹൈസു ഷിഅ്തുമ, ഹൈസു എന്ന എവിടെയല്ല. ഹൈസു ഷിഅ്തുമ, ഷിഅ്തുമ ഏതായത് ഫിഅലിന്റെ രൂപം? മാദി, മുദാരി, അംർ, നഹിയ. മാദിയാണ്. ഷിഅ്തുമ, ഫഅൽതുമ ആ അർത്ഥത്തിലാണത്. ഷിഅ്തുമ, ശാഅ, ഷിഅ്തു, ഷിഅ്തുമ. ശാഅ പിന്നെ ഞാൻ ചെയ്തു, നീ ചെയ്തു എന്ന് അറിയുമ്പോൾ അതിൽ വ്യത്യാസം വരും. ഷാഅ, ഷിഅ്തു, ഷിഅ്തുമ. ഷിഅ്തുമ എന്ന നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെ നിൽക്കെ ഭക്ഷിച്ചോളും. ഹൈസു ഷിഅ്തുമ ഫകുലാ മിൻഹ റഗദൻ ഹൈസു ഷിഅ്തുമ വലാ തഖറബ. നമുക്ക് അതൊക്കെ കണ്ടില്ലേ, നമ്മൾ പഠിച്ചാണത്. വലാ തഖറബ ഏതാ ഫിഅൽ? നഹിയാണത്. വലാ തഖറബ, അതിൻ്റെ മാദി എങ്ങനെ ആയിരിക്കും? ഖറുബ. അഹ്സൻത്. ഖറുബ യഖറുബു വലാ തഖറബ, വലാ തഖറുബ, വലാ തഖറബ, വലാ തഖറബ.
നിങ്ങൾ അടുത്തേക്ക് പോകരുത്. വലാ തഖറബ, നിങ്ങൾ അടുത്തേക്ക് പോകരുത്. വലാ തഖറബ ഹാദിഹി ഷജറത, ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ ഒരു മരം അതിൻ്റെ അടുത്തേക്ക് പോകരുത്. ഫതകൂന, അങ്ങനെ നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും? ഫതകൂന, അപ്പോൾ തകൂന, എന്താ തകൂന എന്നുള്ളത്? മാദി മുദാരി അംറ നഹി ഏതാണത്? മുദാരി. അഹ്സൻതു. തകൂനാനി എന്നാണ് ശരിക്ക്. ഫതകൂന, അത് ഷർത്ത് ജവാബുണ്ട്, അതുകൊണ്ട് അവസാനത്തെ നൂന് കളയുന്നത് പഠിച്ചില്ല. ലമ്മിൽ ലന്ന് വന്നു കഴിഞ്ഞാൽ അവസാനം നൂന് കളയുന്നത് അതേ നിയമമാണ് അവിടെ. ശരിക്കും തെക്കൂനാനി എന്നാണ്, പക്ഷേ തെക്കൂന എന്ന് വരാൻ കാരണം ഇത് ജസ്മാണ്, ജസ്മിൻ്റെ അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. ഫതകൂന, നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും. കാന ആയിത്തീർന്നു, തെക്കൂനാനി നിങ്ങൾ രണ്ടുപേരും ആകും. ഫതകൂന, നിങ്ങൾ രണ്ടുപേരും ആയിത്തീരുന്നതാണ്. എപ്പോൾ ആയിത്തീരും? നിങ്ങളിന്ന് ഭക്ഷിച്ചാൽ ആയിത്തീരും. വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ മരത്തെ സമീപിക്കരുത്. സമീപിച്ചാൽ എന്താകും? ഫതകൂന, നിങ്ങൾ രണ്ടുപേരുമായി തീരും. ഫതകൂന മിന അസ്സാലിമീൻ, നിങ്ങൾ വാലിമീങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതെ, നിങ്ങൾ വാലിമീങ്ങളിൽ ഉൾപ്പെടും. അതിക്രമം ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളായിത്തീരും. വാലിമീൻ എന്നുള്ളത് ധാരാളം ആൾക്കാരുണ്ട്, അതിൽ നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും. ശരി, എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? തഫ്സീറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വഖാല അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ആദം, അല്ലയോ ആദം, ഉസ്കുൻ അൻത വസൗജുക ഹവ്വാഉ അൽ ജന്നത, നീ നിന്റെ ഇണയായ ഹവ്വാഉം സ്വർഗത്തിൽ താമസിക്കുക. ഹവ്വാ ആണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇണയുടെ പേര്. വതമത്തഅ, തമത്തഅ ആസ്വദിക്കുക. തമത്തു എന്ന് പറഞ്ഞാൽ ആസ്വാദനം. വതമത്തഅ, നിങ്ങൾ രണ്ടുപേരും ആസ്വദിക്കുക. വതമത്തഅ ബിസിമാരിഹ, സിമാർ സമറത്തിൻ്റെ ബഹുവചനം, ഫലങ്ങൾ. ബിസിമാരിഹ, അതിലഹ ബിസിമാരി യേശ് ബിസിമാരിൽ ജന്ന. ഹസൻ, ബിസിമാരിൽ ജന്ന. വതമത്തഅ ബിസിമാരിൽ ജന്ന, സ്വർഗത്തിലെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. വതമത്തഅ ബിസിമാരിഹ തമത്തുഅൻ, ആ ആസ്വാദനം എങ്ങനെയുള്ളതാണ്? തമത്തുഅൻ, ഒരു ആസ്വാദനമാണ്. തമത്തുഅൻ ഹനീഅൻ, സമൃദ്ധമായത്, എളുപ്പമുള്ളത്. ഹനി എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുന്നത്, ഒരു പ്രയാസമില്ലാത്തത്, ബുദ്ധിമുട്ടില്ലാത്തത്. ഹനി എന്ന് പറഞ്ഞത് ഹനീഅൻ വാസിഅൻ, വിശാലമായത്. നിങ്ങൾ ഈ സ്വർഗത്തിലെ ഫലങ്ങൾ കൊണ്ട് ആസ്വദിച്ചു കൊള്ളുക. എങ്ങനെ? സമൃദ്ധമായി, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ, യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ സ്വർഗത്തിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫി അയ്യി മക്കാനിൻ തശാഅനി ഫീഹ, ഇതിൻ്റെ തഫ്സീർ അത് ഹൈസു ശിഅ്തുമാ എന്നുള്ള തഫ്സീറാണ്. ഫി അയ്യി മക്കാൻ, ഏതു സ്ഥലത്തും. അയ്യി എന്ന് പറഞ്ഞാൽ ഏതൊന്ന്. ഫി അയ്യി മക്കാനിൻ, ഏത് സ്ഥലത്തും. അസ്ഥലം തശാഅനി ഫീഹ, സ്വർഗത്തിൽ നിങ്ങൾ. ഫീഹ എന്ന് പറഞ്ഞാൽ ഫിൽ ജന്ന, തശാഅനി ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു സ്ഥലമുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അപ്പോൾ ഇതിന് മനസ്സിലാക്കാവുന്നൊരു കാര്യം, സ്വർഗത്തിൽ അനേകം വൃക്ഷങ്ങളുണ്ട്, വൃക്ഷങ്ങൾ അധികമുണ്ട്, ധാരാളമുണ്ട്. അതുകൊണ്ടാണ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാമെന്ന് പറഞ്ഞത്. സ്വർഗം വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തും സ്വർഗത്തെ വിവരിക്കുന്ന സന്ദർഭത്തിൽ തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, വൃക്ഷങ്ങൾ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു എന്നൊക്കെ വന്നത്. വലാ തഖറബ, എന്നാൽ വലാ തഖറബ, നിങ്ങൾ അടുത്തേക്ക് പോകരുത്, അടുക്കരുത്. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. ഹത്താ ലാ തഖഅ ഫിൽ മഅസിയ, അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹത്താ ലാ തഖഅ ഫിൽ മഅസിയ. എന്തിനാണ് അള്ളാഹു അത് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഒരു ധിക്കാരത്തിൽ, ഒരു തിന്മയിൽ, ഒരു പാപത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. തഖഅ എന്നാണ് ഏത് അതിൻ്റെ മാദി? അസ്ൽ വഖഅ, വഖഅ യഖഉ തഖഉ. തഖഉ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നീ വീഴ. വഖഅ എന്ന് പറഞ്ഞാൽ വീണു. തഖഅ എന്ന് പറഞ്ഞാൽ നീ വീഴ. തഖഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും. തഖഅനിയാണ് അസ്ൽ. ഹത്താ തഖഅ ഫിൽ മഅസിയ, നിങ്ങൾ ഹത്താന വരെ,
ഇങ്ങനെ എന്താ പറയുക, ഹത്ത പല അർത്ഥത്തിൽ ഉപയോഗിക്കും. നിങ്ങൾ ഇത് ചെയ്താൽ ഇതിലേക്ക് എത്തും. ഹത്ത തക്കൂൻ ഖുർആൻ തന്നെ ഉണ്ട് അത് പലയിടത്തും. അപ്പോൾ നമ്മൾ മറ്റേ എവിടെ പറഞ്ഞില്ലേ, അബ്ദു റബ്ബക്കും ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും, അത് അതേ അർത്ഥത്തിലാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളായിത്തീരുന്നതിന് വേണ്ടി. ഇവിടെ ഹത്താ ലാ തഖഅ ഫിൽ മഅസിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്മയിൽ വീണു പോകാതിരിക്കുന്നതിന് വേണ്ടി. നിങ്ങളിത് ചെയ്താൽ എന്താവും? നിങ്ങൾ തിന്മയിൽ വീണു. നിങ്ങൾ മരത്തുനിന്ന് ഭക്ഷിക്കരുത്. എന്തിനു വേണ്ടിയാണ് മരത്ത് ഭക്ഷിക്കാതിരിക്കുന്നത്? ഹത്താ ലാ തഖഅ ഫിൽ മഅസിയ, നിങ്ങൾ തിന്മയിൽ വീണു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കരുത്. ഫതസീറ, അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ഫതസീറ, നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും. കാനൻ്റെ ബാക്കിയാണ് തസാറ. കാന എന്ന് പറഞ്ഞാൽ സാറ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. ഫതസീറ, അങ്ങനെയായാൽ നിങ്ങൾ ആയിത്തീരും. മിനൽ മുത്തജാവിസീന അമറല്ലാഹ്, മുത്തജാവിസ് ജാവസ എന്ന് പറഞ്ഞാൽ വിട്ട് കിടക്കുക, അതിൽ വിട്ട് കിടക്കുന്നതിന് ജാവസ എന്നറിയാം. ഉദാഹരണത്തിന് നമ്മൾ റിയാദിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മക്കയിലേക്ക് പോകുമ്പോൾ റിയാദ് കഴിഞ്ഞു എന്നായിരിക്കും, നമുക്ക് പറയാം ജാവസ് ടു റിയാദ്, റിയാദ് ഞാൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ജാവസ എന്നറിയാം. അതായത് വന്നിരിക്കും ചിലപ്പോൾ. അല്ലാഹു അഅലം. ഹത്താ ലാ തഖഅ ഫിൽ മഅസിയ ഫതസീറ മിനൽ മുതജാവിസീൻ. ജാവസ യജാവിസു, തജാവസ യതജാവസു, മുതജാവിസ്. നീ ഒരിക്കലും എന്തിലാകാതിരിക്കാൻ, വിട്ടുകടന്നവനാകാതിരിക്കാൻ. എന്ത് വിട്ടുകടന്നവൻ ആകാതിരിക്കാൻ? അംറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന. ഇതാണ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. ഇവിടെ ഉദ്ദേശിച്ച സ്വർഗം ജന്നത്തുൽ ഖുൽദാണോ, മനുഷ്യർ അവസാനമായി പ്രവേശിക്കുന്ന അന്തിമ സ്വർഗമാണോ? അതല്ല, ഇത് മറ്റേതെങ്കിലും സ്വർഗമാണോ? ഭൂമിയിലാണോ ഈ സ്വർഗം? അതല്ല, വേറെ എവിടെയാണ്? അല്ലാഹു അലം. ഇത് ജന്നത്തുൽ ഖുൽദ്, മനുഷ്യർ അവസാനം പ്രവേശിക്കുന്ന സ്വർഗമാണ് ഇത് എന്നതാണ് ഖുർആനിൻ്റെ പ്രത്യക്ഷമായ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നേർക്കേറെ അത് പറയുന്ന ഹദീസുകളോ മറ്റോ തെളിവുകളോ ഇല്ലെങ്കിലും മനസ്സിലാകുന്നത്, ഈ ആയത്തിൻ്റെ പ്രത്യക്ഷ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ഉദ്ദേശം നമ്മൾ പറയുന്ന സ്വർഗമാണ് എന്നാണ്. അല്ലാഹു അലം. അതാണ് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആയത്തിൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹവ്വാനെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് അവരോട് രണ്ടുപേരോടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഹവ്വാ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് അലൈഹിസ്സലാത്തു വസ്സലാം, അതിനുശേഷമാണ് സ്വർഗപ്രവേശനം ഉണ്ടാകുന്നത്. ഇത് രണ്ടും ആ ആയത്തിൻ്റെ വാഹിറാണ്. വാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വാഹിറുമുണ്ട്, നസ്സുമുണ്ട്. വാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ആയത്തിൻ്റെ പ്രകടമായ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അല്ലാഹു അലം. നേർക്ക് നേരെ ഈ പറഞ്ഞ രണ്ട് കാര്യം അതിലുണ്ടോ? ഇത് പിന്നെ ഇവിടെ ഉദ്ദേശം മനുഷ്യർ പരലോകത്ത് പ്രവേശിക്കുന്ന സ്വർഗമാണ് എന്ന് ഈ ആയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ജന്നത്ത് എന്നുള്ള പദമേ ഉള്ളൂ. ഖുർആന്റെ പ്രത്യക്ഷ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് ആ പറഞ്ഞ സ്വർഗം തന്നെയാണ് എന്നാണ്. ഒന്ന്, അതാണ് പ്രത്യക്ഷാർത്ഥം എന്ന് പറയുന്നത്, വാഹിറുൽ ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ നേർക്ക് നേരെ വ്യക്തമായി വന്നാലോ അതിന് നസ്സ് എന്ന് പറയാം. യാതൊരു അർത്ഥസാധ്യതകളും ഇല്ലാത്ത വിധത്തിൽ ഖുർആനിൽ ഒരു കാര്യം വന്നാൽ അതിനെ നസ്സ് എന്ന് പറയാം. അത് സംശയമില്ല, രണ്ടാലൊരു അർത്ഥസാധ്യതയില്ല. അതുപോലെ തന്നെ ഹവ്വാനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും വാഹിറുൽ ഖുർആനാണ്, ഖുർആന്റെ പ്രത്യക്ഷാർത്ഥമാണ്. ഉറപ്പ് പറയാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, പിന്നെ ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന എന്ന് അള്ളാഹു പറഞ്ഞത് ഹവ്വാനെ പടക്കുന്നതിന് മുൻപാണ്. ആദമിനോട് പറഞ്ഞു, നീ നിന്റെ ഇണയും ഹവ്വാവും സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ആ പറഞ്ഞ സമയത്ത് ഹവ്വാനെ സൃഷ്ടിച്ചിട്ടില്ല. കുറച്ച് ആദമിനോട് പറയണം, നിനക്ക് ഹവ്വാ എന്നൊരു ഇണ വരും, അപ്പം നീ ഹവ്വാനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം. ഒരു വ്യാഖ്യാന സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ടാണ് വാഹിർ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനും ഹവ്വാനും ചെയ്ത നിഅമത്ത് ഈ ആയത്തിൽ നിന്ന് പ്രകടമാണ്. കാരണം അള്ളാഹു അവരെ പഠിച്ച ആദ്യത്തിൽ തന്നെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ആയത്ത് മനുഷ്യർക്കിടയിൽ നിക്കാഹ്, വിവാഹം എന്ന കാര്യം അവരുടെ സൃഷ്ടിപ്പിൻ്റെ കാലം മുതലേ ഉള്ള കാര്യമാണ്. നിക്കാഹ് എന്നത് അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഉള്ളതാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല സൗജുക എന്നാണ് പറഞ്ഞത്, നിന്റെ ഇണ എന്നാണ് പറഞ്ഞത്. അവർക്കിടയിൽ വിവാഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പഠിച്ച കാലം മുതലേ അവർക്ക് ഇണകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മനുഷ്യരുടെ ഫിത്രത്തിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. പുരുഷന് ഇണയായി സ്ത്രീ വേണമെന്നത്. വകുല മിൻഹ റഗദൻ, ഇവിടെ അള്ളാഹു പറഞ്ഞു വകുല, നിങ്ങൾ ഭക്ഷിക്കുക, മിൻഹ സ്വർഗത്തിൽ നിന്ന്, റഗദൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ പൊതുവെ നമ്മൾ പറയില്ലേ, നമ്മൾ പലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അസ്ലു ഫിൽ അവാമിരി അൽ വുജൂബ്, പൊതുവെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം എന്തിനാണ് അറിയിക്കുന്നത്? അത് വാജിബാണെന്നാണ് അറിയിക്കുന്നത്. ശരി, ഇവിടെ ആദമിനോട് ഹവ്വാനോട് പറഞ്ഞ കൽപ്പനയാണ്, കുലാന്നല്ലേ, കൽപ്പനയാണത്. അത് വാജിബാണോ? പോയിട്ട് എന്തായാലും കഴിച്ചോളണം എന്നാണ് അവിടെ ഉദ്ദേശമുള്ളത്? ഇല്ല. എന്താ ഇതിന് സൂചന ഉള്ളത്? വകുല മിൻഹ റഗദൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾ എവിടെ ഉദ്ദേശിക്കുന്ന അവിടെ നിന്നെല്ലാം ഭക്ഷിച്ചോളും എന്നാണ് അവിടെ പറഞ്ഞത്. അല്ല വകുല മിൻഹ, നിങ്ങൾ ഇവിടുന്ന് കഴിക്കൂ, ഇത് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അത് വാജിബാണ്. ഇത് നിങ്ങൾ എവിടെ നിന്ന് ഉദ്ദേശിക്കുന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കഴിച്ചോളും. ഒരു സാഹചര്യ തെളിവുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വാജിബിനെയാണ് അറിയിക്കുന്നത്. അതാണ് അസല്, പൊതു നിയമം. പക്ഷെ ചിലപ്പോൾ അത് വാജിബിനെ മാത്രം അറിയിക്കില്ല. ചില സമയത്ത് അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇബാഹത്തിനെയാണ് അറിയിക്കുന്നത്, അനുവദനീയമാണ്. സ്വർഗത്തിന് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. സ്വർഗത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഇതാണ് വകുല മിൻഹ എന്നതിൻ്റെ അർത്ഥം. വകുല മിൻഹ റഗദൻ ഹൈസു ശിഅ്തുമ, സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക്, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്നതിന് ഈ ആയത്ത് സൂചനയാണ്. മാത്രമല്ല എവിടെ നിന്നും ഭക്ഷിക്കാമെന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാക്കാവുന്നത് അല്ലാഹു അലം, സ്വർഗത്തിലെ ഫലങ്ങൾ എപ്പോഴും ലഭ്യമാണ്, ഏത് സന്ദർഭത്തിൽ. കാരണം എവിടെ നിന്നും ഭക്ഷിക്കാമെങ്കിൽ ഒരു പ്രത്യേക സീസണില്ല. എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഫലങ്ങളും ലഭ്യമായിരിക്കണം. ഖുർആനിൽ തന്നെ അത് വന്നിട്ടുണ്ട്. വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ധാരാളം ഫലങ്ങളുണ്ട്. ലാ മഖ്തൂഅ, അതൊരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല, നിലക്കുന്നതല്ല. വലാ മംനൂഅ, ഒരിക്കലും തടയപ്പെടുന്നതുമല്ല. എല്ലാ സന്ദർഭത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ആദമിനെ പഠിച്ചതു മുതൽ തന്നെ സ്വർഗത്തിൽ അവരെ കാലാകാലം വസിക്കാൻ വേണ്ടിയല്ല പഠിച്ചത് എന്നതിനുള്ള തെളിവാണ് വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞത്. കാലാകാലം അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടിയായിരുന്നു അള്ളാഹു അവരെ പഠിച്ചിരുന്നത് എങ്കിൽ അവരോട് വിലക്കുമായിരുന്നില്ല. ഇതൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു എന്നതിന് തെളിവാണ് ഒരു കാര്യം വിലക്കി എന്നുള്ളത്. നിങ്ങളിത് തിന്നരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും ഇത് പരീക്ഷണമാണ്. സ്വർഗത്തിലുള്ള ആദ്യത്തെ പ്രവേശനം തന്നെ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. ഇനി മനുഷ്യർ മരിച്ചതിന് ശേഷം രണ്ടാമതൊരിക്കൽ സ്വർഗത്തിൽ പോകുമ്പോൾ ഇനി അവിടെ എന്തില്ല, ഇത് ഭക്ഷിക്കരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത് എന്നൊന്നുമില്ല. പിന്നെ അവരുദ്ദേശിക്കുന്നത് എന്തും അവർക്ക് അവിടെ ലഭ്യമാണ്. ഈ വിലക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞു എന്നത് തന്നെ എന്തിനുള്ള തെളിവാണ്? സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിച്ചത് പരീക്ഷണമാണ്. ഒരിക്കലും കാലാകാലം അവിടെ വസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അള്ളാഹു അവരെ പഠിച്ചിട്ടുള്ളത്. അപ്പം ആദമിനെ പഠിക്കുന്നത് മുൻപ് തന്നെ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് അദ്ദേഹം ഇവിടുന്ന് പുറത്തു വരുന്നുള്ളത്. അത് പിന്നെ വേറെ ഹദീസുകളൊക്കെ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹു എന്നെ പഠിക്കുന്നതിന് മുൻപ് തീരുമാനിച്ച കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നത്. അപ്പം ഈ വിലക്ക് വന്നു എന്നത്, വലാ തഖറബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോട് അടുത്തു പോകരുത് എന്ന വിലക്ക് എന്തിനുള്ള തെളിവാണ്? ഇത് പരീക്ഷണമാണ് എന്നതിനുള്ള തെളിവ്. പരീക്ഷണമായിരുന്നില്ലെങ്കിൽ
ഒന്നും വിലക്കപ്പെടുമായിരുന്നില്ല. മാത്രമല്ല ഈ പ്രയോഗം നോക്കൂ നിങ്ങൾ, മൊത്തത്തിൽ ദുനിയാവിൽ ഹറാമുകളോടെല്ലാമുള്ള വിലക്ക് ഈ രൂപത്തിലാണ്. വലാ തഖറബ, നിങ്ങൾ ഹറാമ് ചെയ്യരുത് എന്നല്ല, പൊതുവെ ഹറാമിന് വിലക്കുന്ന തെളിവുകളിൽ വരാറുള്ളത്. പിന്നെ എങ്ങനെ വരാറുള്ളത്? അടുത്തേക്ക് പോകരുത് എന്നാണ്. അത് തിന്മയിലേക്ക് നേർക്ക് നേരെ എത്തരുത് എന്ന് മാത്രമല്ല, ആ തിന്മയിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽ നിന്ന് പോലും അകന്നു നിൽക്കണം. അപ്പോൾ വൃക്ഷം അതൊന്ന് ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞത്? വലാ തഖറബ, വൃക്ഷത്തിൻ്റെ അടുത്തേക്കേ പോകരുത്. മറിച്ച് അടുത്തേക്ക് പോകുക എന്നുള്ളത് ഹറാമാണോ? അല്ല. യഥാർത്ഥത്തിൽ പാടില്ലാത്തത് എന്താണ്? വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കലാണ്. പക്ഷെ വൃക്ഷത്തിൻ്റെ അടുത്തേക്കേ പോകാതിരുന്നാൽ പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല? അതിന് ഭക്ഷിക്കുകയില്ല. നോക്കൂ, ഇത് ഖുർആനിൽ വേറെ എവിടെ ഇത് വന്നിട്ടുള്ളത്? ഇതേ സൂചന വന്നിട്ടുള്ളത് സിനയുടെ കാര്യത്തിൽ, അല്ലേ? വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ സഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽപ്പെട്ടതാണ് അന്യസ്ത്രീയായിട്ട് ഒറ്റയ്ക്കാവുക എന്നുള്ളത്. ഇതൊക്കെ വ്യഭിചാരത്തിലേക്ക് അകപ്പെട്ടു പോകും എന്നതുകൊണ്ടാണ് ഇതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടത്. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിൽ അടുത്തു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ ഇന്നൽ ഹലാല ബയ്യിൻ ഇന്നൽ ഹറാമ ബയ്യിൻ ബൈനഹുമാ ഉമൂറു മുഷ്തബിഹാത്ത്, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, ഇവർക്ക് രണ്ടിനും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഫമ വഖഅ ഫി ശുബുഹാത്ത് വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ശുബഹത്തുകളിൽ, ഇത് ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും അതിലേക്ക് ചെന്നുപോയി കഴിഞ്ഞാൽ വഖഅ ഫിൽ ഹറാം, ഹറാമിൽ പോയി വീഴുന്നതാണ്. അതുകൊണ്ടാണ് സലഫുകൾ, മുൻഗാം സഹാബികളെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞായി കാണാം, അവർ ചിലപ്പോൾ ഹലാലായ 70 മാർഗങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട്. എന്തിനു വേണ്ടി? ഹറാമായ വടിയിലേക്ക് വീണു പോകുമോ എന്ന ഭയം കാരണത്താൽ. എന്നത് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും അവർ വിട്ടു നിൽക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഹറാമിലേക്ക് നേർക്കുനേരെ വീണു പോകാതിരിക്കാൻ വേണ്ടി. ഒരു മനുഷ്യൻ വാജിബുകൾക്കും ഹറാമുകൾക്കും ഒക്കെ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ വന്നതുപോലെ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ വഹിമല്ലാഹി മഹാരിമു, എല്ലാ രാജാക്കന്മാർക്കും അവരുടെ അതിരുകളുണ്ട്, അവരുടെ രാജ്യാതിർത്തികളുണ്ട്. അല്ലെങ്കിൽ ഓരോ ഉടമസ്ഥർക്കും അവർക്ക് അവരുടെ അതിർത്തികളുണ്ടായിരിക്കും. വീടിൻ്റെ അതിർത്തി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയുടെ അതിർത്തി ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറാഇ യറഅ ഹൗലൽ ഹിമ, ഒരു ആട്ടിടയൻ്റെ പോലെയാണ് അവൻ്റെ ഉപമ. അവൻ സുരക്ഷിത വേലി കെട്ടിയ ഒരു വേലിക്ക് ചുറ്റും തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വേലി കെട്ടിയിട്ടുണ്ട്. വേലിയുടെ അടുത്ത് പോയിട്ട് ആടിനെ മേയിച്ചു കഴിഞ്ഞാൽ യൂഷിക്കു അൻ യഖഅ ഫീഹി, ആ ആട് ചിലപ്പോൾ വേലി ചാടിക്കടന്ന് അന്യൻ്റെ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് ഹറാമുകളുടെ കാര്യം. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത് ഏതാണ്? അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഈ കാര്യം നിങ്ങൾക്ക് കാണാം. വതിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, വരച്ചിടത്ത് ഫലാ തഅതദ്ദൂഹ. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണിത്. തലാഖിൻ്റെ ആയത്തിലത് വന്നിട്ടുണ്ട്, നോമ്പിൻ്റെ ആയത്തിലും വന്നിട്ടുണ്ട്. നോമ്പിൻ്റെ ആയത്തിലും തലാഖിൻ്റെ ആയത്തിലും വിധിവിലക്കുകൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ്, ഹുദൂദുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹുദൂദ് എന്നുള്ള ഈ അതിർത്തികൾ എഴുതിയിട്ടുള്ള ഹുദൂദുകളാണ്. വതിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകരുത്. അപ്പം അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് വീണു പോകും. അതുപോലെ തന്നെ ഫലാ തഅതദ്ദൂഹ, നിങ്ങളത് മറികടക്കരുത്. ഇത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഈ ആയത്ത് മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലെല്ലാം ഈ വാക്ക് ഓർമ്മിക്കാവുന്നതാണ്. വലാ തഖറബു ഹാദിഹി ഷജറ വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. മരം എന്താണ്? ഹറാമിന് ഉദാഹരണമാണ്. മരത്തിൻ്റെ അടുത്ത് പോയാൽ അതിലേക്ക് വീണു, അത് തിന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ തന്നെ ഹറാമിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഹറാമിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളത്
ഹറാമിൻ്റെ ഗൗരവം അധികരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അതിർവരമ്പുകളുടെ അതിരും വലുതാകും. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ നമ്മുടെ ശരീഅത്ത് എടുത്തു നോക്കിയാൽ ദീനിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? ശിർക്കാണ്. ശിർക്ക് അത് ഏറ്റവും ഗൗരവപ്പെട്ട തിന്മയാണ് എന്നതുകൊണ്ട് തന്നെ അതിനുള്ള അതിർവരമ്പാണ് ഏറ്റവും ശക്തമായ അതിർവരമ്പ്. അതിരാണ് ഏറ്റവും വലുപ്പമുള്ള അതിര്. അതുകൊണ്ടാണ് ദീനെടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, വാക്കുകൾ കൊണ്ടാകട്ടെ, പ്രവൃത്തികൾ കൊണ്ടാകട്ടെ, സംസാരത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ വിദൂരമായ സാധ്യതയുള്ള കാര്യങ്ങൾ വരെ ഇസ്ലാം തടുത്തു നിർത്തുകയും വിലക്കുകയും ചെയ്തതായി കാണാം. അതിനാണ് സദ്ദു ദറാഇ എന്ന് പറയുന്നത്. ദരിഅത്തുകൾ, തിന്മയിലേക്ക് നയിക്കുന്ന വടികളെ തടഞ്ഞു വെക്കുക എന്നത് ദീനിൻ്റെ പൊതുവായ അടിത്തറയാണത്. സദ്ദു ദരിഅ എന്നുള്ളത് ഹറാമിലേക്ക് വഴിയാക്കുന്ന കാര്യമുണ്ടോ അതിന് തടുത്തു വെക്കുക. നോക്കൂ, ബഹുദൈവാരാധന, ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് കാണാവുന്നതായിട്ട് ഖബറുകൾ ഷിർക്കിനുള്ള വഴിയായി മാറുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അതിരുകവിച്ചിലിന് അങ്ങേയറ്റം ശക്തമായി വിലക്കിയത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, മുശ്രിക്കുകളുടെ അവർക്ക് മാത്രം പ്രത്യേകമായ രൂപങ്ങൾ, വസ്ത്രം, ആചാരങ്ങൾ, ശൈലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് തശബ്ബുഹ് വിലക്കുന്നത്? എന്തുകൊണ്ട് മുശ്രിക്കിന്റെ പുറമേക്കുള്ള രൂപം സ്വീകരിക്കരുത് എന്ന് വിലക്കിയത്? ഒരാൾ പുറമേക്കുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരാൾ ഒരു മുശ്രിക്കിന്റെ മാത്രം പ്രത്യേകമായ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവൻ അതുകൊണ്ട് ശിർക്കിൽ വീഴുന്നുണ്ടോ? നിങ്ങൾക്കറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് വിലക്കിയത്? പുറമേക്കുള്ള സാദൃശ്യം പതുക്കെ ഉള്ളിലേക്ക് കയറി പറ്റാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കാണ്, ചെറിയ കുട്ടികൾ ശ്രദ്ധിച്ചാൽ നോക്കൂ, നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി എങ്ങനെ നടക്കുക? പോലീസുകാരനെ പോലെ നടക്കുക. പട്ടാളത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പട്ടാളക്കാരനെ പോലെ നടക്കും. പുറമേക്ക് വസ്ത്രത്തിലുള്ള സാദൃശ്യം അവൻ്റെ പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നത് കാണാം. ഇത് ശിർക്കിൻ്റെ കാര്യത്തിൽ ഇതേ കാര്യം ബാധകമാണ്. ഒരു മുശ്രിക്കിൻ്റെ രൂപവും കോലവും, അവർക്ക് മാത്രം പ്രത്യേകമായ കോലം എടുത്തു കഴിഞ്ഞാൽ അത് നോക്കൂ, ഹറാമുകൾക്കുള്ള അതിർവരമ്പുകൾ ഇപ്രകാരം ശക്തമാണ്. അപ്പോൾ അതിലേക്ക് വീഴാതിരിക്കാനുള്ള ശ്രദ്ധ വേണമെന്ന പാഠം ഈ ആയത്തിലുണ്ട്. വലാ തഖറബ ഹാദിഹി അശ്ശജറ. ശരി, ഏതാണ് ഈ മരം? വലാ തഖറബ ഹാദിഹി അശ്ശജറ, ഈ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഫസ്സരീങ്ങൾ പലർക്കും ധാരാളം അഭിപ്രായങ്ങൾ കാണാം. പ്രസിദ്ധമായ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയുന്ന, ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം അത് ആപ്പിളാണ്. അതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ കാണാം. മുന്തിരിയാണെന്ന് കാണാം, ഓരോ പലതും കാണാം. ഖുർആനിനോടുള്ള അദബിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയാത്തത് നമ്മൾ വ്യക്തമാക്കി പറയാതിരിക്കുക. അത് ആപ്പിളാകട്ടെ മുന്തിരിയാകട്ടെ ഏതാകട്ടെ നമുക്കതിൽ പ്രത്യേകിച്ച് യാതൊരു ഫായിദയില്ല. അതേതാണ് എന്ന് അറിയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു ഫായിദയും ഇല്ലെങ്കിൽ, ഒരു ഉപകാരവും ഇല്ലെങ്കിൽ അതിന് പുറകെ കൂടുക എന്നതിൽ യാതൊരു ഉപകാരമില്ല. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിനെ പോലുള്ള ധാരാളം മുഫസ്സിരീങ്ങൾ ഈ ചില അഭിപ്രായങ്ങൾ എടുത്തു കൊടുത്തതിന് ശേഷം പറഞ്ഞേക്കണം. ഇത്തരം ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരവും, പ്രത്യേകിച്ചൊരു ഫലമില്ല. ഒരു അമലിന് യാതൊരു ഉപകാരമുണ്ട്. അതുകൊണ്ട് ഇത് ആപ്പിളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി ആപ്പിൾ കഴിക്കാതിരിക്കാൻ ഉണ്ടോ? ഇല്ല. ഇത് ഏത് ഫലമാകട്ടെ, ഏതാകട്ടെ, ഇത് അതിൽ പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അത്തരം ഒരു മൊത്തത്തിൽ നിങ്ങൾ തഫ്സീറിൽ മാത്രമല്ല ഏത് ഇൽമിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു അമലിനോ വിശ്വാസത്തിനോ യാതൊരു ഫായിദയില്ലാത്ത ഇൽമുകൾ അതിന് പുറകെ കൂടരുത്. അതൊരിക്കലും പ്രയോജനം ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള അമലിനോ അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനോ അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതിനോ ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങൾക്ക് പുറകിലല്ലാതെ ഒരാൾ പോകാൻ പാടില്ല. ولا تقرب هذه الشجرة فتكون നേരത്തെ പറഞ്ഞു ഫതകൂനാനി എന്നാണ് അസ്ല്. ഫതകൂന എന്ന് വരാൻ കാരണം എന്ന് പറയും ഷർത്ത് ജവാബ് എന്ന് പറയും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്നുള്ള ഷർത്താണ്, ഇങ്ങനെയാകും എന്നത് ജവാബാണ്. നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ എന്നുള്ള ഷർത്താണ്. നിങ്ങൾ അതിക്രമികളിൽ ഉൾപ്പെടുമെന്നത് ജവാബാണ്. ജവാബിൻ്റെ ഇറാബ് ജസ്മാൻ, ലം യഫ്അൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അതാണ് ഫതകൂന എന്ന് പറഞ്ഞത്. ഫതകൂനാനി എന്ന് പറയാതെ ഫതകൂന എന്ന് പറഞ്ഞു. അവസാനത്തെ നൂന് കളയും. ഫതകൂന മിന വാലിമീൻ, നിങ്ങൾ വാലിമീങ്ങളിൽ ഉൾപ്പെടും. വുൽം എന്ന് പറഞ്ഞാൽ വദ്ഉ ഷൈഇ അലാ ഗൈരി മൗദിഇഹി,
ഒരു വസ്തു അതിന് യോജിച്ച സ്ഥലത്തല്ലാതെ വെക്കുന്നതിനാണ് വുൽമ് എന്നറിയാം. അതിക്രമം, ക്രമം തെറ്റിയതിനാണ് അതിക്രമം എന്നറിയുന്നത്. വുൽമ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാതിരിക്കുക, നീ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുക. വുൽമ് 2 രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ കാര്യം പ്രവർത്തിക്കുക. ഇതാണ് വുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശം. നിങ്ങൾ മരത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അള്ളാഹു വിലക്കിയ കാര്യം പ്രവർത്തിച്ചവരാകും. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്താവും? നിങ്ങൾ വാലിമീങ്ങളിൽ ഉൾപ്പെടും. വുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ വെക്കേണ്ടത് വെക്കാതിരിക്കുക, സ്ഥലം മാറ്റി വെക്കുക. എന്തോടെ ശിർക്ക് വുൽമായത്? ഇബാദത്ത് എവിടെ വെക്കേണ്ടത്? അള്ളാഹുവിന് മാത്രമാണ്. അത് നീ അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചാൽ വുൽമായി. അതുപോലെ തന്നെ ഏത് കാര്യവും, വിചാരം, ഇത് എവിടെയാണ് പാടുള്ളത്? ഒന്നല്ലെങ്കിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിൽ എന്താല്ലേ, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, അവരുടെ ഇണകളിൽ ഒഴികെ, അതുപോലെ തന്നെ അവർ ഉടമപ്പെടുത്തിയ സ്ത്രീകളിൽ ഒഴികെ. അപ്പോൾ ഇവിടെ രണ്ടും അവിടെ രണ്ടുമാണത് വുൽമാകാതിരിക്കുന്നത്. അതിന് പുറത്തു വെച്ചാൽ അത് വുൽമാണ്. ഷഹ്വത്ത് ഭാര്യയിലും അതുപോലെ മാ മലക്കത് അയ്മാനും, അതിൽ രണ്ടിലും മാത്രമാണെങ്കിൽ അത് അവിടെയാണ് ഇത് വെക്കാൻ പാടുള്ളൂ. അതിന് പുറത്തു വെച്ചാലോ അത് വുൽമാൻ. ഇതുപോലെ എന്ത് കാര്യവും, സമ്പത്ത്, ഇങ്ങനെ എന്ത് കാര്യവും അർഹമായ സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് വുൽമാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പിച്ച കാര്യം അതിന് വിരുദ്ധമായ ഒരാൾ പ്രവർത്തിച്ചാൽ അത് വുൽമാണ്, അതിക്രമമാണ്. ഇത്രയുമാണ് ആയത്തിൽ പറയാനുള്ളത്. هذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.